ഹായ് ഹലോ, ഇന്ന് നമ്മൾ മൂന്നാം ക്ലാസ്സിലെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. എന്തായാലും വരും എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. സെക്കൻഡ് ടൈം എക്സാം ഇംഗ്ലീഷിൽ വരുന്ന മൂന്നാം ക്ലാസ്സിലെ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസേഴ്സുമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് മാക്സിമം കാണാൻ ശ്രമിക്കുക. ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു പാരഗ്രാഫ് തന്നിട്ട് റീഡിംഗ് കോംപ്രഹെൻഷൻ ആണ്. ഇത് തന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരും. Tom was playing in his garden when he saw a shiny coin in the grass. He picked it up and showed it to his mom. She smiled and said, "That is lucky coin. You should keep it." Tom put the coin in his pocket and felt happy. He wondered if the coin would bring him good luck. The next day, he found a new toy at the park. Tom smiled, thinking it was ബിക്കോസ് ഓഫ് ഹിസ് ലക്കി കോയിൻ. അല്ലേ, ടോം എന്താണ് പൂന്തോട്ടത്തിൽ കളിക്കുമ്പോൾ ഒരു തിളങ്ങുന്ന കോയിൻ അവനക്ക് കിട്ടി പുല്ലിൻ്റെ ഇടയിൽ നിന്നും. അവനതെടുത്ത് അമ്മയുടെ അടുത്ത് കൊണ്ടുപോയി. അപ്പം അമ്മ ചിരിച്ചു കൊണ്ട് പറഞ്ഞു, അത് ലക്കി ഭാഗ്യമുള്ള കോയിനാണ്, നീ അത് സൂക്ഷിച്ചു വെച്ചു എന്ന്. അത് അവൻ്റെ പോക്കറ്റിൽ സൂക്ഷിച്ചു വെച്ചു സന്തോഷത്തോടു കൂടി. അല്ലേ, അവന് അത്ഭുതപ്പെട്ടു, എന്തെല്ലാം ലക്കാണ് ഈ കോയിനിൽ നിന്നും കിട്ടുക എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അടുത്ത ദിവസം അവന് ഒരു ന്യൂ ടോയ് പാർക്കിൽ കണ്ടു. ടോം ചിരിച്ചു അത് കണ്ടിട്ട്. അവനത് ചിന്തിച്ചു, ആ ഒരു കോയിൻ എനിക്ക് കിട്ടിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ടോയ് പാർക്കിൽ ന്യൂ കിട്ടാൻ കാരണമെന്ന്. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെല്ലാം ചോദ്യങ്ങളാണ് വരിക എന്നുള്ളത് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. വേർ വാസ് ടോം പ്ലേയിങ്? എവിടെയാണ് ടോം കളിച്ചിരുന്നത്? അല്ലേ, ആൻസർ ദ ഫോളോവിങ് ആണ്. എവിടെയാണ് കളിച്ചിരുന്നത്? ഇൻ ഹിസ് ഗാർഡൻ. വാട്ട് ഡിഡ് ദ ടോം ഫൈൻഡ് ഇൻ ദ ഗ്രാസ്? എന്താണ് പുല്ലുകളുടെ ഇടയിൽ നിന്ന് അവൻക്ക് കിട്ടിയത്? എ ഷൈനി കോയിൻ ആണ്, തിളങ്ങുന്ന ഒരു കോയിനാണ്. വാട്ട് ഡിഡ് ദ ടോംസ് മം കോൾ ദ കോയിൻ? എ ലക്കി കോയിൻ. അല്ലേ, അവൻ്റെ മമ്മ ആ കോയിൻ എന്താ വിളിച്ചത്? എ ലക്കി കോയിൻ. വേർ ഡിഡ് ദ ടോം പുട്ട് ദ കോയിൻ? എവിടെയാണ് ടോം കീപ്പ് ചെയ്തത്, കോയിൻ ഇട്ടത്? ഇൻ ഹിസ് പോക്കറ്റ്, അവൻ്റെ പോക്കറ്റിലാണ്. റൈറ്റ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ഫോർ ദ സ്റ്റോറി. എന്തെല്ലാം ടൈറ്റിൽ കൊടുക്കാം? ഹെഡിങ് ടോംസ് ലക്കി കോയിൻ എന്ന് കൊടുക്കാം, ലക്കി കോയിൻ എന്ന് കൊടുക്കാം, എ ന്യൂ ഫ്രണ്ട് എന്ന് കൊടുക്കാം. അല്ലേ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. പിന്നെ നിങ്ങൾക്ക് ഒരു ചിത്രം തരും, ഒരു പിക്ചർ തന്നിട്ട് അത് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാനാണ് അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് വരും. ഇത് നമ്മൾ പാഠഭാഗത്ത് പഠിച്ച പിക്ചർ തന്നെയാണ്, അല്ലേ, നിങ്ങൾ ചെയ്ത ആക്ടിവിറ്റി ആണ്. ഇതെങ്ങനെ ഡിസ്ക്രൈബ് നമുക്ക് എഴുതാമെന്ന് നോക്കാം. അപ്പോൾ ഏത് പിക്ചർ വന്നാലും ആ പിക്ചറെല്ലാം നന്നായിട്ട് നിരീക്ഷിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാൻ വേണ്ടി പഠിക്കണം കേട്ടോ. ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? ഇൻ ദ പിക്ചർ ഗിവൺ ഹിയർ ഇറ്റ് ഈസ് പോസിബിൾ ടു സീ ദ കൊളാപ്സ്ഡ് ഹൗസ് ആൻഡ് ദ കൊളാപ്സ്ഡ് ബ്രിഡ്ജ് ഓവർ ദ റിവർ. അല്ല, ഇവിടെ തകർന്ന് കിടക്കുന്ന വീടുകളും പുഴയുടെ മുകളിലുള്ള പാലം തകർന്ന് കിടക്കുന്നതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹിയർ യു ക്യാൻ സീ ദ ഡാമേജ് കോസ്ഡ് ബൈ നാച്ചോ, എ കൗ ഈസ് റണ്ണിങ്. ഇവിടെ ഒരു പ്രകൃതി ദുരന്തത്തിൻ്റെ ഒരു കാഴ്ചയാണ്, പ്രകൃതി നശിച്ച ഒരു കാഴ്ചയാണ് കാണുന്നത്. ഒരു കൗ, അല്ലെ, ഒരു പശു ഓടുന്നുണ്ട്. ബേർഡ്സ് ഫ്ലൈയിങ്, മൗണ്ടെയിൻസ് ആൻഡ് ഫാളൻ ട്രീസ് ക്യാൻ ബി സീൻ ഇൻ ദിസ് പിക്ചർ. അല്ലെ, പക്ഷികൾ പറക്കുന്നതും മലകളും പിന്നെ മരം വീണ് കിടക്കുന്നതും ഒക്കെ ഈ പിക്ചറിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്തത് തോട്ട്സ് ആണ്, അല്ലെ, ചിന്തകൾ. വെൻ ദ വിൻഡ് ലിഫ്റ്റഡ് ഡൊറോത്തീസ് ഹൗസ് ഹയർ ആൻഡ് ഹയർ, വാട്ട് വുഡ് ബി ഹെർ തോട്ട്സ്? അല്ലേ, നമ്മൾ പഠിച്ചത് ഡൊറോത്തിയെ കാറ്റും വന്നിട്ട് വീട് മുകളിലേക്ക് കൊണ്ടുപോയി. എന്തെല്ലാം തോട്ട്സ് ആണ്, ചിന്തകളായിരിക്കും ഡൊറോത്തിൻ്റെ മൈൻഡിലൂടെ കടന്നു പോയിട്ടുണ്ടാവുക എന്നാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ എഴുതാം? ഓ മൈ ഗോഡ്, അവർ ഹൗസ് ഈസ് ഫ്ലൈയിങ്. വാട്ട് ഷുഡ് വി ഡു നൗ? വി ആർ ഇൻ ഡേഞ്ചർ. ഐ ആം അഫ്രൈഡ് മൈ ഹൗസ് വോണ്ട് ലാൻഡ് സേഫ്ലി. What has happened to my village? Will I ever see my uncle and again? അല്ലേ, എൻ്റെ ദൈവമേ, എൻ്റെ വീട് പറക്കുകയാണല്ലോ, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്, എന്തൊരു അപകടകരമാണ്, എനിക്ക് പേടിയാകുന്നുണ്ട്. ഈ വീട് ഇനി ഭൂമിയിൽ നിൽക്കില്ലേ, എത്തില്ലേ സുരക്ഷിതമായിട്ട്? എന്തൊക്കെയാണ് എൻ്റെ വില്ലേജിന് സംഭവിക്കുന്നത്? എനിക്കിനി ഒരിക്കലും എൻ്റെ അങ്കിളിനെയും ആൻറ്റിയെയും കാണാൻ സാധിക്കില്ലേ? അല്ല, എങ്ങനെയൊക്കെ നിങ്ങൾക്ക് എഴുതാം. അടുത്ത് നോക്കാം. പിന്നെ നിങ്ങൾക്ക് റെഡിൽ എഴുതാണ്ടാവും കേട്ടോ. മൂണിനെ കുറിച്ച് എങ്ങനെ എഴുതാം? ഐ അപ്പിയർഡ് ഇൻ ദ സ്കൈ, ഐ ഷൈൻ ഇൻ ദ നൈറ്റ്, ഐ കം ഇൻ ഡിഫറെൻറ്റ് ഷേപ്സ്, ഹൂ ആം ഐ? മൂണാണ് അല്ലേ.
അടുത്തത് ഐ ഫോൾ ഫ്രം ദ സ്കൈ, ഐ കം വിത്ത് ക്ലൗഡ്സ്, ഐ ക്യാൻ മേക്ക് റിവേഴ്സ് ഫ്ലോ ആൻഡ് പ്ലാന്റ്സ് ഗ്രോ ഹൈ, ഹൂ ആം ഐ? റെയിൻ ആണ്. അപ്പോൾ ഇതുപോലുള്ള റീഡിൽസൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ച് പോവാട്ടോ. ഇതൊക്കെ വരും എന്ന് ഉറപ്പുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓൾ ദ ബെസ്റ്റ്.